ക്രിസ്തുനാഥനിൻ സ്വന്തമായി തീർന്നു. ഉർവിയെ ജയിച്ച ക്രിസ്തുനാഥനിൻ സ്വന്തമായി തീർന്നു. ഉയർത്തെഴുന്നേറ്റു. കല്ലറ തുറന്നിടവേ രാജസേവകർ ഭയന്നിടവേ വല്ലഭനീശു ഉയർത്തെഴുന്നേറ്റു. നിത്യമാം ജീവനെ നൽകിടുവാൻ വല്ലഭനീശു ഉയർത്തെഴുന്നേറ്റു. നിത്യമാം ജീവനെ നൽകിടുവാൻ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ, ജയിച്ചെഴുന്നേറ്റു. ഉർവിയെ ജയിച്ച ക്രിസ്തുനാഥനിൻ സ്വന്തമായി തീർന്നു. ഉയർത്തെഴുന്നേറ്റു. മരണമേ വിഷമെവിടെ? പാതാളമേ ജയമെവിടെ? മരണത്തെ ജയിച്ചവൻ ഉയർത്തെഴുന്നേറ്റു. പാതാള വൈരിയെ ജയിച്ചവനായി മരണത്തെ ജയിച്ചവൻ ഉയർത്തെഴുന്നേറ്റു. പാതാള വൈരിയെ ജയിച്ചവനായി ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ, ജയിച്ചെഴുന്നേറ്റു. ഉർവിയെ ജയിച്ച ക്രിസ്തുനാഥനിൻ സ്വന്തമായി തീർന്നു. ഉയർത്തെഴുന്നേറ്റു. മരിച്ചവരുടെ ഇടയിൽ ജീവനാഥനെ തേടുകയോ? നീതിയിൻ അധിപതി ഉയർത്തെഴുന്നേറ്റു. സ്വർഗ്ഗപിതാവിൻ മഹിമയിതേ. നീതിയിൻ അധിപതി ഉയർത്തെഴുന്നേറ്റു. സ്വർഗ്ഗപിതാവിൻ മഹിമയിതേ. ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ, ജയിച്ചെഴുന്നേറ്റു. ഉർവിയെ ജയിച്ച ക്രിസ്തുനാഥനിൻ സ്വന്തമായി തീർന്നു. ഉർവിയെ ജയിച്ച ക്രിസ്തുനാഥനിൻ സ്വന്തമായി തീർന്നു. ഉയർത്തെഴുന്നേറ്റു. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് വായിക്കാം 2 പത്രോസ് 2:20 മുതൽ. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ട് ഓടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി. തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അതറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. എന്നാൽ സ്വന്തം ഛർദ്ദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നുമുള്ള സത്യമായ പഴഞ്ചൊല്ലുപോലെ അവർക്ക് സംഭവിച്ചു. സത്യം വിട്ട് തെറ്റിപ്പോകുന്നവനെ യഥാസ്ഥാനപ്പെടുത്തുക എന്നുള്ള ആ പ്രബോധനത്തിൻ്റെ പിൻബലം എന്താണ്? സത്യം വിട്ട് തെറ്റിപ്പോവുക എന്നുള്ളത് വളരെ ഭയാനകമായൊരവസ്ഥയാണ്. ആദ്യത്തേതിനേക്കാൾ കൂടുതൽ വഷളായ ഒരു അവസ്ഥാന്തരത്തിലേക്ക് വരുമെന്നാണ് ഇവിടെ പത്രോസ്ലീഹ പറയുന്നത്. സത്യത്തിൽ വന്നു, സത്യം വിശ്വസിച്ചു, വചനം വിശ്വസിച്ചു, വചനപ്രകാരം ജീവിക്കാൻ തുടങ്ങി. പക്ഷേ തെറ്റിപ്പോയാൽ എന്ത് സംഭവിക്കും? കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യമിട്ട് ഓടിയവർ,
യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിൻ്റെ ശക്തിയാൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ട് ഓടി. അങ്ങനെയുള്ളവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ, വീണ്ടും മാലിന്യത്തിൽ കുടുങ്ങി തോറ്റുപോയാൽ, ഒരിക്കൽ മാലിന്യം വിട്ട് ഓടിയവരാണ്, പാവം വിട്ട് ഓടിയവരാണ്, ഇനി തെറ്റുപറ്റുകയിലും തീരുമാനിച്ചവരാണ്. പക്ഷേ വീണ്ടും കുടുങ്ങി തെറ്റുപറ്റിപ്പോയാൽ, തോറ്റുപോയാൽ, വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തിനേക്കാൾ അധികം വഷളായിപ്പോയി. ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി. ഒരു സമയത്ത് അവർ തീരുമാനമെടുത്തു, വചനം വിശ്വസിച്ചു, വചനത്തിൽ ആശ്രയിച്ചു, വചനത്തിൽ നൽകുന്ന രൂപാന്തരം അനുഭവിച്ചു. പക്ഷേ തോറ്റുപോയാൽ, പിന്നെയും പാപത്തിൽ കുടുങ്ങിപ്പോയാൽ, ഒരിക്കൽ വിട്ടുപേക്ഷിച്ച പാപത്തിൽ കുടുങ്ങിപ്പോയാൽ അവരുടെ പിന്നത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ ഏറ്റവും വഷളായി തീർന്നു. അവരെക്കുറിച്ച് പറയുകയാണ്, അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തിനേക്കാൾ അധികം വഷളായിപ്പോയി. തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അതറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. ദൈവത്തിൻ്റെ സത്യത്തിൻ്റെ വഴി അറിഞ്ഞു, സത്യത്തിൻ്റെ വചനം കേട്ടു. ഈ വചനം കേട്ടിട്ട് ആ വചനം സ്വീകരിക്കുകയും ചെയ്തു. അത് വിട്ടുകളഞ്ഞാൽ സംഭവിക്കുന്നതാണ്, അവരത് അറിയാതിരിക്കുകയായിരുന്നു നല്ലത്. അറിഞ്ഞ സ്ഥിതിക്ക് അവർ വിട്ടുകളയുന്നത് കൂടുതൽ ശിക്ഷാകരമായി തീരും. അതാണ് പറഞ്ഞത്, തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. സത്യം കേട്ടുപോയി, സത്യം ഗ്രഹിച്ചുപോയി, സത്യം സ്വീകരിച്ചു, സത്യത്തിൽ കുറേ കാലം നിലനിന്നു, വചനത്തിൽ നിലനിന്നു. പക്ഷേ പിന്നെയും തോറ്റു, പാവത്തിൽ വീണു. ഒരിക്കൽ വിട്ടുകളഞ്ഞ പാവം പിന്നെയും എടുത്തു, പാവം ചെയ്തു. ആ പാവത്തിൽ വീണ് കഴിഞ്ഞപ്പോൾ അവരാ പാവത്തിൽ കുടുങ്ങിപ്പോയി. പറ്റുന്നത് അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തിനേക്കാൾ വഷളായിത്തീർന്നു. മാത്രമല്ല, തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ പരിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അതറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. അവരെക്കുറിച്ച് പറയുകയാണ്, എന്നാൽ അടുത്ത വാക്യം, എന്നാൽ സ്വന്തം ഛർദ്ദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നുമുള്ള സത്യമായ പഴഞ്ചൊല്ലുപോലെ അവർക്ക് സംഭവിച്ചു. കുളിച്ചിട്ട് ചെളിയിൽ ഉള്ളുവാൻ തിരിഞ്ഞ പന്നിയെന്നുള്ളതുപോലെ ആ പഴഞ്ചൊല്ല് പോലെ അവർക്ക് സംഭവിച്ചു. കുളിച്ചു, ചെളിയിലേക്ക് തിരിഞ്ഞു, ഛർദ്ദിച്ചു കളഞ്ഞു, പിന്നെയും ഛർദ്ദിച്ച് ഭക്ഷിക്കുന്നു. എത്രയും ലജ്ജാകരമായ കാര്യം, എത്രയും ജുഗുപ്സാവഹമായ കാര്യം, ഏറ്റവും അറപ്പും വെറുപ്പും ഉളവാക്കുന്ന കാര്യം. ഛർദ്ദിച്ച് പിന്നെയും ഭക്ഷിക്കുന്നു. ജീവിതത്തിൽ ഇങ്ങനെ ആത്മീയമായ ഒരധപ്പതിച്ച അവസ്ഥയിലുള്ള അനേകം ആളുകളുണ്ട് ആത്മീയ മണ്ഡലത്തിൽ, ആത്മീയ ലോകത്ത്. ഒരു സമയത്ത് മഹാനായ മാർട്ടിൻ ലൂതർ പോലും ക്ഷീണിച്ചു പോയി. പാവമൊന്നും വന്നതല്ല, ക്ഷീണിച്ചു പോയി, ആത്മാവിൽ തളർന്നുപോയി. നല്ല വീര്യം കൊണ്ട് വിജൃംഭിതനായി പ്രവർത്തിച്ച ഒരനുഗ്രഹീതനായ വിശ്വാസിയായിരുന്നു അദ്ദേഹം. റിഫർമേഷൻ്റെ പ്രോത്ഘാടനത്തിന് ദൈവം ഉപയോഗിച്ച ദൈവവിധനായിരുന്നു അദ്ദേഹം. പക്ഷേ ഈ മാർട്ടിൻ ലൂതർ ഒരവസരത്തിൽ ആക്ഷേപം കേട്ടങ്ങ് മടുത്തു, എതിർപ്പുകൾ കണ്ട് മടുത്തു. അന്നത്തെ സഭ എതിർത്തു, അന്നത്തെ രാഷ്ട്രം എതിർത്തു, അന്നത്തെ വിശ്വാസികൾ പോലും എതിർത്തു. വിശ്വാസികൾ പോലും മാർട്ടിൻ ലൂതറിൻ്റെ ചില എഴുത്തുകൾ ചിലർ അധിക്ഷേപത്തോടു കൂടെ അത് കണ്ടു. മാർട്ടിൻ ലൂതറിനെ പലരും പരിഹസിക്കുകയും ചെയ്തു. ക്ഷീണിച്ചുപോയി, തളർന്നുപോയി, വളരെ മ്ലാനോദനായി ധരിക്കുകയായിരുന്നു. ഒരവസരത്തിൽ അദ്ദേഹം ക്ഷീണിതനായി മുഖം വാടി തളർന്ന് ഇരിക്കുന്ന സമയത്ത് ഭാര്യ അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് വന്നു. ആകെ കറുത്ത ഒരു ഗൗൺ ധരിച്ചുകൊണ്ട്, കറുത്ത ഉടുപ്പിട്ടുകൊണ്ട്, ആകെ കറുപ്പ്. അത് ചോദിച്ചു, എന്തു പറ്റി, ആരാ മരിച്ചത്? ചോദിക്കാൻ കാരണമുണ്ട്. അവിടെ ഈ കറുത്ത വസ്ത്രം ധരിക്കുന്ന ആരെങ്കിലും, ഏറ്റവും പ്രിയപ്പെട്ട ആരെങ്കിലും മരിക്കുമ്പോഴാണ് കറുത്ത വസ്ത്രം ധരിക്കുന്നത്. ആസകലം കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് വന്നു. ആരാ മരിച്ചത്? ഉദ്വേഗത്തോടെ ചോദിച്ചു, ആരാ മരിച്ചത്? അപ്പോൾ അവൾ കരയാൻ തുടങ്ങി, ഭാര്യ കരയാൻ തുടങ്ങി. മരിച്ചുപോയി എന്ന് പറഞ്ഞു. ആരാണ് പറയൂ ആരാണ്? അയ്യോ മരിച്ചുപോയി. ആരാണ് മരിച്ചത്? യേശു തമ്പുരാൻ മരിച്ചുപോയി. എന്താ യേശു മരിച്ചോ? നീ എന്താ ഈ പറയുന്നത്? അല്ല, യേശു ജീവിക്കുന്നുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഭർത്താവ് ഇതുപോലെ മ്ലാനോദനാകെ പോവില്ലായിരുന്നല്ലോ. യേശു ജീവിക്കുന്നുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഭർത്താവ് ഇതുപോലെ തളർന്നു പോവില്ലായിരുന്നല്ലോ.
യേശു മരിച്ചു എന്ന് ഞാൻ വിചാരിച്ചു. ഭർത്താവിൻ്റെ തളർച്ച കണ്ടപ്പോൾ എനിക്ക് തോന്നി യേശു മരിച്ചു പോയായിരിക്കുമെന്ന്. അദ്ദേഹം പറഞ്ഞില്ല, എൻ്റെ യേശു മരിച്ചിട്ടില്ല, എൻ്റെ യേശു മരിക്കുകയുമില്ല, അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ചാടി എഴുന്നേറ്റു സടകുടഞ്ഞെഴുന്നേൽക്കുന്ന ഒരു സിംഹത്തെ പോലെ ചാടി എഴുന്നേറ്റുകൊണ്ട് അദ്ദേഹം പിന്നൊരു വിശ്വാസത്തിൻ്റെ ഒരു ഓട്ടമായിരുന്നു, ആത്മീയ ജീവിതത്തിലൊരു മുന്നേറ്റമായിരുന്നു. ജീവിതത്തിൽ തളർന്നുപോയവരാരെങ്കിലുമില്ല ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സ്നേഹിതരെ നിങ്ങൾ കേൾക്കൂ. ആത്മീയ ജീവിതത്തിൽ നിങ്ങൾ തളരരുത്. ദൈവത്തിന് സ്തോത്രം. അനുഭവത്തോട് ബന്ധപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത്. ആത്മീയ ജീവിതത്തിൽ തളർന്നു പോകരുത്. ജീവിതത്തിൽ നിങ്ങൾ മുന്നേറണം. ഒരു കാലം മുന്നോട്ടെടുത്ത് വെച്ചു, പിന്നെ അത് പുറകോട്ടെടുക്കരുത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്ന ഏംഗൽസ് എഴുതി, 1 സ്റ്റെപ്പ് ഫോർവേഡ് ആൻഡ് 2 സ്റ്റെപ്സ് ബാക്ക്വേഡ്. ഒരു ചുവട് മുന്നോട്ട്, 2 ചുവട് പുറകോട്ട്. 1 സ്റ്റെപ്പ് ഫോർവേഡ് ആൻഡ് 2 സ്റ്റെപ്സ് ബാക്ക്വേഡ്. ഒരു ചുവട് മുന്നോട്ട് വയ്ക്കും, 2 ചുവട് പുറകോട്ട് വയ്ക്കും, പിന്നെ ഒരു ചുവട് മുന്നോട്ട് വയ്ക്കും, പിന്നെ 2 ചുവട് പുറകോട്ട് വയ്ക്കും. അനുഭവത്തിൽ ഓരോ ചുവട് പുറകോട്ട് പോകുന്നു. അനേകം ദൈവമക്കൾ ഇതുപോലെയാണ്. ഓരോ ചുവട് പുറകോട്ട് വയ്ക്കുകയാണ്. അറിയുന്നില്ല ഞാനിപ്പോൾ ചുവട് പുറകോട്ടാണോ മുന്നോട്ടാണോ എന്ന്. നാം അറിയണം, എൻ്റെ ഗതി എങ്ങോട്ടാണ്, ഞാൻ മുന്നേറുന്നുണ്ടോ, ഞാൻ പ്രാർത്ഥനയിൽ മുന്നേറുന്നുണ്ടോ, തിരുവചന ധ്യാനത്തിൽ ഞാൻ മുന്നേറുന്നുണ്ടോ, തിരുവചന കേൾവിയിൽ ഞാൻ മുന്നേറുന്നുണ്ടോ, വിശുദ്ധ ജീവിതത്തിൽ ഞാൻ വളരുന്നുണ്ടോ, സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഞാൻ മുന്നേറുന്നുണ്ടോ, വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഞാൻ മുന്നേറുന്നുണ്ടോ, എൻ്റെ ജീവിതത്തിൽ മുന്നേറ്റമാണോ? ചിന്തിച്ച് നോക്കണം. നാം നോക്കുമ്പോൾ കാണാൻ സാധിക്കും, ഉണ്ട്, ഞാൻ പുറകോട്ട് പോകുന്നു, ഞാൻ അറിയാതെ ഡ്രിഫ്റ്റിംഗ് ബാക്ക്, ഞാൻ അറിയാതെ പുറകിലേക്ക് ഇങ്ങനെ ഒഴുകിപ്പോകുന്നു, പുറകിലേക്ക് ഞാൻ പോവുകയാണ് അറിയാതെ. ആത്മീയ ജീവിതത്തിലെ വീഴ്ച എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് വീഴുകയില്ല. കുറേശ്ശെയായിട്ടാണ് വീഴുന്നത്. പയ്യെ പുറകോട്ട് പോകുന്നതായിട്ട് അറിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവമക്കൾ പ്രത്യേക ജാഗരൂകരായിട്ടിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരു കാരണവശാലും പുറകോട്ട് ചുവട് വയ്ക്കാനിട വരരുത്, പുറകോട്ട് പോകരുത്. ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകണം. ഇന്ന് തളർന്നിരിക്കുന്ന ആരെങ്കിലും ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കൂ, നിങ്ങൾ മുന്നോട്ട് നിങ്ങളുടെ ഗതിയെ തിരിച്ചുവിടുക. എബ്രായലേഖനം 10-ാം അധ്യായം 26-ാം വാക്യം നമുക്ക് വായിക്കാം. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേയുള്ളൂ. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. എത്ര കർക്കശമായിട്ടാണ് അപ്പോസ്തലൻ പറയുന്നത്. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ചു, ഉണ്ട്, നമുക്കൊരു പരിജ്ഞാനം കിട്ടി അല്ലേ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ പരിജ്ഞാനം കിട്ടിയിട്ടില്ലേ? ഈ വചനം കേട്ട് വരുമ്പോഴേക്കും നിങ്ങൾക്ക് പരിജ്ഞാനം കിട്ടി വരുന്നില്ലേ? നിങ്ങൾക്ക് പരിജ്ഞാനം കിട്ടുന്നുണ്ട്, ആത്മീയമായൊരു പരിജ്ഞാനം കിട്ടുന്നുണ്ട്, ആത്മീയമായ പക്വതയും ലഭിക്കുന്നുണ്ട്. വ്യത്യാസമുണ്ട്, കാഴ്ചപ്പാടിൽ മാറ്റം വരുന്നുണ്ട്, നിങ്ങളുടെ ചിന്താഗതികൾ മാറ്റം വരുന്നുണ്ട്, മനോഭാവത്തിൽ മാറ്റം വരുന്നുണ്ട്, ഉണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. പോസിറ്റീവ് ചേഞ്ച്, നല്ല ചേഞ്ച് വരുന്നുണ്ട്. നല്ലതാണ്, തീർച്ചയായിട്ടും നല്ലതാണ്. അങ്ങനെ സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ചു. അതിനുശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്ത്, പാപമാണെന്നൊക്കെ അറിയാവുന്നൊരു കാര്യം പിന്നെ ചെയ്തു പോയാൽ, മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനിയൊരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. ന്യായവിധി വരാൻ പോകുന്നു, ന്യായവിധി വരും. ദൈവത്തിൻ്റെ സത്യവഴി അറിഞ്ഞതിന് ശേഷം പിന്തിരിഞ്ഞു പോയാൽ നിങ്ങളുടെ മേൽ ന്യായവിധി വരും. ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും, ന്യായവിധി പ്രതീക്ഷിച്ചാൽ മതി. എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. ന്യായവിധിക്ക് ശേഷം നിത്യനരകത്തിൻ്റെ ക്രോധാഗ്നിയിലേക്ക് നിങ്ങൾ തള്ളപ്പെടുകയും ചെയ്യും. വചനം കേട്ടു, വചനം വിശ്വസിച്ചു, ജീവിതത്തിൽ മാറ്റം വന്നു. പക്ഷെ പിന്തിരിഞ്ഞു പോയി ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. എന്നോട് വായിച്ച് ആദ്യം 26-ാം വാക്യം മുതൽ. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേയുള്ളൂ. എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേയുള്ളൂ. അടുത്ത വാക്യം. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ആ ഖണ്ഡിക മുഴുവനും നാം പേടിയോടെ വായിക്കൂ.
ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ആദ്യകാലങ്ങളിൽ ഈ വാക്യം കാണാൻ പിടിച്ചു. പക്ഷേ എന്നെ പേടിപ്പിച്ചുകൊണ്ടിരുന്നു. കാരണം അറിഞ്ഞുകൊണ്ട് ഒരു പാവം വന്നാൽ വലിയ ശിക്ഷ, എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും. അറിഞ്ഞുകൊണ്ടൊരു പാവം വരരുത്. അത് എനിക്കൊരു സാധനപാഠമായിരുന്നു. ഈ വാക്യം ഞാൻ അന്നേ കാണാതെ പഠിച്ചു വെച്ചു, അണ്ടർലൈൻ ചെയ്ത് വേദപുസ്തകത്തിൽ അത് അടിയിൽ വരച്ച് കാണാതെ പഠിച്ചു. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. അടുത്ത വാക്യം എന്ന് പറയുന്നു, മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. പണ്ട് ന്യായപ്രമാണ കൽപ്പന അനുസരിക്കാത്തവന് 2-3 സാക്ഷികളുടെ ആ സാക്ഷിമൊഴി കേട്ടിട്ട് അവന് മരണശിക്ഷ കൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് പാപം ചെയ്യുന്നവന് മരണശിക്ഷ തീർച്ചയാണ്, ശിക്ഷ വരും, ഉറപ്പാണ്. പാപം ചെയ്യുന്നതിന് ശിക്ഷയുണ്ടാകും. അതാണ് മോശയിൽ കൂടി ദൈവത്തിൻ്റെ ആത്മാവെന്ന് പറഞ്ഞത്. സംഖ്യാപുസ്തകം 32-ാം അധ്യായം 23-ാം വാക്യം. സംഖ്യാപുസ്തകം 32:23. എന്നാൽ നിങ്ങളങ്ങനെ ചെയ്യുകയില്ല എങ്കിൽ നിങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു, നിങ്ങളുടെ പാപഫലം നിങ്ങൾ അനുഭവിക്കും. നിങ്ങളുടെ പാപഫലം നിങ്ങൾ അനുഭവിക്കും. പാപത്തിൻ്റെ ഫലം നാം അനുഭവിക്കും. നാം ഇനിയും പാപത്തിലേക്ക് പോയാൽ ശിക്ഷ അനുഭവിക്കും. ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷ. ദൈവം പ്രതികാരം ചെയ്യും. ദൈവത്തിൻ്റെ ശിക്ഷ നമ്മുടെ മേൽ വരും. ദൈവത്തിൻ്റെ ക്രോധാഗ്നി നമ്മുടെ മേൽ വരും. നാം മനഃപൂർവ്വം പാപം ചെയ്താൽ. മനഃപൂർവ്വം ചെയ്യുന്ന പാപമാണ് പരിശുദ്ധാത്മാവിനെതിരായ പാപം, മരണകരമായ പാപം. മരണത്തിനുള്ള പാപമുണ്ട്, മരണകരമായ പാപമുണ്ട്, മരണത്തിനല്ലാത്ത പാപമുണ്ട്. മരണകരമായ പാപം എന്ന് പറയുന്നത് നാം അറിഞ്ഞുകൊണ്ട് ഇത് പാപമാണെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവത്തിന് പരിശുദ്ധാത്മാവ് ഓർമ്മ തന്നു ഇത് പാപമാണെന്ന്, പക്ഷേ നാം പിന്നെ ആ പാപം ചെയ്യുന്നു. അപ്പോഴാണ് അത് പരിശുദ്ധാത്മാവിനെതിരായ പാപമായി തീരുന്നത്. ആത്മാവിനെതിരായ പാപം അറിഞ്ഞുകൊണ്ട് പർപ്പസ്ഫുള്ളായിട്ട് പാപം ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം പാപം ചെയ്യുമ്പോൾ അത് ആത്മാവിനെതിരായ പാപമായി തീരുന്നു, മരണകരമായ പാപമായി തീരുന്നു. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേയുള്ളൂ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തതിന് മരണശിക്ഷ കിട്ടിയിരുന്നു. മോശ പറഞ്ഞു, നിങ്ങൾ പാപം ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ പാപത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. അത് ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ വളരെ പ്രസിദ്ധമായൊരു വാക്യമാണ്, ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. നിശ്ചയമായി നിൻ്റെ പാപം നിന്നെ കണ്ടെത്തും. വ്യക്തമായിട്ടാണ് പറയുന്നത്, ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. നിനക്ക് പാപം വന്നാൽ പാപം നിന്നെ കണ്ടെത്തും. നീ എവിടെ ഒളിച്ചിരുന്നാലും പാപം നിന്നെ കണ്ടെത്തും. എവിടെ മറിഞ്ഞിരുന്നാലും പാപം നിന്നെ കണ്ടെത്തും. ഉറപ്പാക്കിക്കൊള്ളൂ, നിശ്ചയമാക്കിക്കൊള്ളൂ. ബി ഷുവർ, തീർച്ചയാക്കിക്കൊള്ളൂ, ഉറപ്പായും നിശ്ചയമായും. യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. നിൻ്റെ പാപം നിന്നെ കണ്ടെത്തും. പാപത്തിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് മരണശിക്ഷ കൽപ്പിച്ചിരുന്നു. മോശയിൽ കൂടി ദൈവം തന്ന ന്യായപ്രമാണ കൽപ്പനകൾ അനുസരിക്കാത്തവന് മരണശിക്ഷ കൽപ്പിച്ചിരുന്നു. ആത്മാവ് മരിക്കും, സംശയിക്കേണ്ട. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ തൻ്റെ ലേഖനത്തിൻ്റെ 1-ാമത്തെ ലേഖനത്തിൻ്റെ അവസാന അധ്യായത്തിൽ പറയുന്നത് മരണത്തിനുള്ള പാപമുണ്ട്, മരണകരമല്ലാത്ത പാപമുണ്ട് എന്ന് പറയുന്നത്. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം മുതൽ വായിക്കാം. സഹോദരൻ മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കാം, ദൈവം അവന് ജീവനെ കൊടുക്കും. മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് തന്നെ മരണത്തിനുള്ള പാപമുണ്ട്. അതിനെക്കുറിച്ച് അപേക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഏത് അനീതിയും പാപമാകുന്നു, മരണത്തിനല്ലാത്ത പാപമുണ്ട് താനും. ദൈവത്തിന് സ്തോത്രം. അല്പം ഒന്ന് ഗൗരവമായി ചിന്തിക്കണേ. മരണത്തിനുള്ള പാപമുണ്ട്, മരണത്തിനല്ലാത്ത പാപമുണ്ട്. ഏതനീതിയും പാപം തന്നെ, ഏതും പാപം തന്നെയാണ്. അനീതിയെല്ലാം പാപമാണ്. പക്ഷേ മരണത്തിനുള്ള പാപമുണ്ട്, മരണത്തിനല്ലാത്ത പാപമുണ്ട്. സഹോദരൻ മരണത്തിനുള്ള പാപം ചെയ്താൽ അതിനുവേണ്ടി നീ അപേക്ഷിച്ചിട്ട് കാര്യമില്ല. നിൻ്റെ സഹോദരൻ എന്നുവെച്ചാൽ അമ്മയുടെ ഗർഭത്തിൽ ജനിച്ച സഹോദരനല്ല, കൂട്ടായ്മയുള്ള എല്ലാവരും, മറ്റ് സഹോദരങ്ങളെല്ലാം. നിൻ്റെ സഹോദരൻ മരണത്തിനുള്ള പാപം ചെയ്താൽ നീ അപേക്ഷിക്കണമെന്ന് പറയുന്നില്ല. കാര്യം നമുക്ക് സ്നേഹമുണ്ട്, പക്ഷേ ആ സ്നേഹം കൊണ്ട് പ്രയോജനമില്ല. അപേക്ഷിക്കണമെന്ന് പറയുന്നില്ല. മരണത്തിനല്ലാത്ത പാപമുണ്ട്, അതിനുവേണ്ടി നിനക്ക് അപേക്ഷിക്കാം. ഒന്ന് വായിച്ചു. സഹോദരൻ മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കാം, മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കാം. ദൈവം അവന് ജീവനെ കൊടുക്കും. ദൈവം അവന് ജീവനെ കൊടുക്കും.
മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് തന്നെ. മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് ദൈവം ജീവൻ കൊടുക്കും. മരണത്തിനുള്ള പാപമുണ്ട്, മരണത്തിനുള്ള പാപമുണ്ട്. അതിനെക്കുറിച്ച് അപേക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അതിനെക്കുറിച്ച് മധ്യസ്ഥ വഹിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെതിരായ പാപം വന്നാൽ ഒരു മധ്യസ്ഥ വഹിക്കാൻ കഴിയാതെ പോകുന്നത്. പരിശുദ്ധാത്മാവിനുള്ളതായ പാവം, പരിശുദ്ധാത്മാവിനെതിരായ പാവം വന്നാൽ മധ്യസ്ഥ വഹിച്ചിട്ട് പ്രയോജനമില്ല. പരിശുദ്ധാത്മാവിന് എതിരായ പാവം വരാതെ നോക്കണം. ആത്മാവിൻ്റെ വചനത്തിനെതിരായ ചിന്ത വരരുത്. ആത്മാവിൻ്റെ സ്തുതിക്കെതിരായ ചിന്ത വരരുത്. ആത്മാവിൻ്റെ സ്തുതിയെ അധിക്ഷേപിക്കുന്ന ചിന്തകൾ വരരുത്. ആത്മാവിൻ്റെ വചനത്തെ പരിഹസിക്കുന്ന ചിന്തകൾ വരരുത്. ആത്മാവിൻ്റെ വചനം പറയുന്നവരെ പരിഹസിക്കരുത്. ആത്മാവിൻ്റെ വചനം പറയുന്നവരെ ആക്ഷേപിക്കരുത്. അതെല്ലാം പരിശുദ്ധാത്മാവിനെതിരായ പാപമായി തീരും. നിങ്ങൾ ഒരുത്തിന് ചെയ്തത് എന്നോടാകും ചെയ്തത്, നിങ്ങൾ ഒരുത്തിന് ചെയ്തത് എന്നോടാകും ചെയ്തത്, കർത്താവ് അങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവുള്ളവരെ ഒരു കാരണവശാലും നിങ്ങൾ പരിഹസിക്കരുത്, നിങ്ങൾ കുറ്റപ്പെടുത്തരുത്, നിങ്ങൾ ഒരു കാരണവശാലും ആക്ഷേപിക്കരുത്. കാരണം പരിശുദ്ധാത്മാവ് അവരെ നീതീകരിച്ചിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന് മുമ്പിൽ അവർ നീതിയോടെ നിൽക്കുന്നുവെങ്കിൽ, മനുഷ്യരുടെ മുമ്പിൽ അവർക്ക് വിലയില്ലെങ്കിലും പരിശുദ്ധാത്മാവ് അവരെ വിലമതിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവർക്കെതിരായി പറയുന്നത് പരിശുദ്ധാത്മാവിനെതിരായി പാപമായി തീരും. സ്തോത്രം. മനസ്സറിഞ്ഞ് ഇത് പാപമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നൊരു പാപം ചെയ്യുകയാണെങ്കിൽ അതും ആത്മാവിനെതിരായി, പരിശുദ്ധാത്മാവിനെതിരായി പാപമായി തീരും. അത് മരണത്തിലുള്ള പാപമായി തീരും. നോക്കൂ, കാര്യം ഗൗരവമാണ്. നമ്മുടെ കൂട്ടായ്മയിൽ വരുന്ന ദൈവമക്കൾ അനേകം പേര് പാവം എന്താണെന്ന് മനസ്സിലാക്കി, പാവത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി, പാവം വരുന്ന മാർഗ്ഗങ്ങൾ എങ്ങനെയില്ലാണെന്ന് മനസ്സിലാക്കി, അനേകം കാര്യങ്ങൾ പരിജ്ഞാനം കിട്ടി. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇനിയും പാവത്തിലേക്ക് പോകരുത്. ഇനിയും നിങ്ങൾ പാവത്തിലേക്ക് തിരിയരുത്. തിന്മ നിങ്ങളുടെ ജീവിതത്തിൽ വരരുത്. ഒരു കാരണവശാലും സ്വർഗത്തിലെ ദൈവം നിങ്ങൾ നോക്കി ദുഃഖിക്കാനിട വരരുത്. സ്വർഗത്തിലെ ദൈവം ഒരു കാരണവശാലും നമ്മെ നോക്കി വ്യസനിച്ച് അയ്യോ ഈ മകന് ഞാൻ അനുഗ്രഹം കൊടുത്തിട്ട് പ്രയോജനപ്പെട്ടില്ലല്ലോ എന്ന് കർത്താവ് ദുഃഖിക്കേണ്ട വരരുത്. ഈ മകൾക്ക് ഞാൻ ജീവൻ കൊടുത്തിട്ട് പ്രയോജനപ്പെട്ടില്ലല്ലോ എന്ന് കർത്താവ് ദുഃഖിക്കേണ്ട വരരുത്. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും ഉപേക്ഷിച്ചത് ഒരിക്കലും നിങ്ങൾ തിരിഞ്ഞെടുക്കരുത്. മരണശിക്ഷ, മോശയുടെ ന്യായപ്രമാണ കൽപ്പനകൾ അനുസരിക്കാത്തതിന് മരണശിക്ഷ വന്നല്ലോ, അതുപോലെ ദൈവത്തോട് മത്സരിക്കുന്നവന് മരണശിക്ഷ വരും. വായിക്കാം, ഒന്നുകൂടി വായിക്കാം, 29-ാം വാക്യം. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും, യേശുക്രിസ്തുവിനെ നിരസിച്ച് കളയുക, ആക്ഷേപിക്കുക. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനം നിരൂപിക്കുകയും. നിയമരക്തമാണ് നമ്മെ വിശുദ്ധീകരിച്ചത്. കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ നിന്ന് മുറിഞ്ഞൊഴിയ രക്തമാണ് നമ്മെ ശുദ്ധീകരിച്ചത്. ആ രക്തത്തെ നാം മലിനമെന്ന് വിചാരിക്കരുത്. എന്ന് വെച്ചാൽ പിന്നെയും നാം പാപത്തിലേക്ക് പോകരുത്. ഈ രക്തം നമുക്ക് അടയാളമായി തന്നു. ആ രക്തത്തിൽ പാപത്തിൻ്റെ കറ പറ്റരുത്. നിങ്ങളുടെ പാപമായ രക്തത്തിൽ കലരരുത്. പരിശുദ്ധനായ, നിത്യപരിശുദ്ധനായ ക്രിസ്തുവിൻ്റെ രക്തത്തിൽ നിങ്ങളുടെ പാപത്തിൻ്റെ കറ കലരരുത്. ക്രിസ്തുവിൻ്റെ രക്തമാണ് നമ്മെ കഴുകിയത്. ക്രിസ്തുവിൻ്റെ രക്തമാണ് നമ്മെ വീണ്ടെടുത്തത്. ആത്മാവ് നിങ്ങളുടെ മേൽ പറന്നിറങ്ങി നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിച്ച് നിങ്ങളെ സ്വർഗത്തിലാക്കിയതാണ്. അനേകം പേർ അനുഭവത്തിലുള്ളവരോട് ഇരിപ്പുണ്ട്. ആത്മാവ് നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിച്ചു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കെട്ടുകൾ അഴിച്ചു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ശാപങ്ങൾ മാറ്റി. പരിശുദ്ധാത്മാവ് കുടുംബത്തിൽ നിന്നെല്ലാ ദോഷങ്ങളും മാറ്റി. കുടുംബത്തിൽ ഐശ്വര്യം തന്നു. നമ്മുടെ ജീവിതത്തിൽ സമാധാനം തന്നു. നമ്മുടെ ജീവിതത്തിന് കെട്ടുറപ്പ് തന്നു. ഇതെല്ലാം ആയതിനു ശേഷം പിന്നെയും നാം പാപം ചെയ്താൽ ദൈവത്തിൻ്റെ കോപം നമ്മുടെ മേൽ വരും. ദൈവത്തിന് സ്തോത്രം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇനിയും നാം തെറ്റിലേക്ക് പോകരുത്. ഈ വാക്കുകളെ കേൾക്കുന്ന എൻ്റെ ബഹുമാന്യ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ തെറ്റിലേക്ക് പോകരുത്. പാപത്തിലേക്ക് നിങ്ങൾ തിരിയരുത്. ശിക്ഷ വരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ് പറഞ്ഞത്? വളരെ ഗൗരവമേറിയാണ്. ദൈവത്തിനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനം നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്താൽ. നിയമരക്തത്തെ മലിനം നിരൂപിച്ചു, കൃപയുടെ ആത്മാവിനെ നിന്ദിച്ചു. നമ്മെ വിശുദ്ധീകരിച്ച, നമ്മെ വീണ്ടെടുത്തിയ ആത്മാവിനെ നിന്ദിക്കുന്നു. ആത്മാവിനെ നിന്ദിക്കരുത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കൃപ പകരുവാൻ ദൈവം ഉപയോഗിച്ച, ദൈവത്തിന് മുഖാന്തരമാക്കിയെടുത്ത ദൈവത്തിൻ്റെ വ്രതന്മാരെ നിങ്ങൾ നിന്ദിക്കരുത്. അവരെ ആക്ഷേപിക്കരുത്. അവരെ പരിഹസിക്കരുത്. അവരെ ചോദ്യം ചെയ്യരുത്. നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. കൃപയുടെ ആത്മാവിനെ നിന്ദിച്ചിരിക്കുന്നു. തന്നെ ശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനം നിരൂപിച്ചു.
കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിപ്പീൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടും. കർത്താവ് താൻ തൻ്റെ ജനത്തെ ന്യായം വിധിക്കുമെന്ന് വരൽ ചെയ്തവനെ നാം അറിയുന്നുവല്ലോ. ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. നിങ്ങൾ ദൈവത്തിൻ്റെ കയ്യിലേക്ക് വീഴരുതേ, ശിക്ഷിക്കുന്ന കൈകളിലേക്ക് വീഴരുതേ, രക്ഷിക്കുന്ന കൈകളിൽ നിങ്ങൾ ആശ്രയിച്ചുകൊള്ളൂ. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ രക്ഷകൻ നിങ്ങളുടെ അരികിലേക്ക് വരികയാണ്. നിങ്ങൾ കർത്താവ് പരിജ്ഞാനം തരികയാണ്. സത്യത്തിൻ്റെ പരിജ്ഞാനമാണ് നിങ്ങൾക്ക് തരുന്നത്. ഇന്ന് നിങ്ങളുടെ മേൽ ഈ പരിജ്ഞാനം ഊതുകയാണ്. പരിജ്ഞാനത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വ്യാപരിക്കുകയാണ്. ഈ പരിജ്ഞാനം നിങ്ങൾക്ക് തന്നുകൊണ്ട് കർത്താവ് പറയുന്നു, മകനെ, നീ ഇനിയും നീ എന്നോട് മത്സരിക്കരുത്. നീ എൻ്റെ ആത്മാവിനെ ധിക്കരിക്കരുത്. എൻ്റെ ആത്മാവിനോട് മത്സരിക്കരുത്. എൻ്റെ വചനത്തെ നീ ധിക്കരിക്കരുത്. ഈ വചനം നീ കൈക്കൊള്ളുക. വചനപ്രകാരം നീ ജീവിക്കുക. നീ ആത്മാവിൽ മരിക്കേണ്ട വരരുത്. നീ നരകത്തിലേക്ക് പോകരുത്. കഠോരമായ ശിക്ഷയിലേക്ക് നീ പോകരുത്. കഠിനമായ നരകത്തിൻ്റെ ഭീകരദണ്ഡനത്തിലേക്ക് നീ പോകരുത്. നീ രക്ഷപ്പെടുവാനാണ് ഞാൻ നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മോളെ, നീയെ രക്ഷപ്പെടാനാണ് ഞാൻ നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിൻ്റെ ജീവിതത്തിൽ നീ ഇനിയും പാപത്തിലേക്ക് തിരിയരുത്. നീ ചില തീരുമാനങ്ങൾ എടുത്തോളാണ്. അതുകൊണ്ട് നീ ആ തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുകയും കർത്താവിൻ്റെ കൃപയിൽ നീ ശരണപ്പെട്ടുകൊണ്ട് കർത്താവെ നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണം. എൻ്റെ കർത്താവെ, എന്നെ നീ നിലനിർത്തിക്കൊള്ളണമേ. പാപവിനെ വശീകരിപ്പാൻ എനിക്ക് ഇടവരരുതേ. പാപവിനെ വശീകരിച്ച് എന്നെ ആകർഷിച്ചുകൊണ്ട് പോകാൻ ഇടവരരുതേ. നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായ തീരുമാനമെടുക്കൂ. ഇന്ന് കർത്താവിനോട് നിങ്ങൾ പറയൂ, കർത്താവേ, ഇനിമേൽ ഞാൻ പുറകോട്ടൊരു കാലം എടുത്ത് വയ്ക്കുകയില്ല. മുന്നോട്ട് വെച്ച കാലം പുറകോട്ട് മാറുകയില്ല. എൻ്റെ ജീവിതത്തിൻ്റെ തീരുമാനങ്ങൾ ഞാൻ വ്യതിചലിക്കുകയില്ല. നാഥ, ഇനി ഞാൻ ലോകത്തെ സ്നേഹിക്കുകയില്ല. ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്ക് ഞാൻ തിരിയുകയില്ല. ലോകത്തിൻ്റെ വെറുക്കത്തിലേക്ക് ഞാൻ തിരിയുകയില്ല. യേശുവേ, നീയാണ് എൻ്റെ രക്ഷകൻ. നിൻ്റെ രക്തമാണ് എന്നെ കഴുകിയത്. നിൻ്റെ രക്തമാണ് എന്നെ വീണ്ടെടുത്തത്. ആ തിരക്തത്തെ ഞാൻ എന്നെ ശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമാക്കുകയില്ല. കർത്താവേ, ഇനി ഞാൻ നിയമരക്തത്തെ ഞാൻ മലിനം നിരൂപിക്കുകയില്ല. എൻ്റെ കർത്താവേ, എന്നെ വീണ്ടെടുത്ത ആത്മാവിനെ ഞാൻ നിരസിക്കുകയില്ല. എൻ്റെ കർത്താവേ, ഇന്നു മുതൽ ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ ഞാൻ മാനിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടും കർത്താവേ, എനിക്ക് വേണ്ടി ക്രൂസിൽ വെച്ച രക്ഷകനായ ക്രിസ്തുവിനെ ആരാധിച്ചുകൊണ്ട് ഞാൻ പുതിയ ജീവിതം നയിക്കും. തീരുമാനിക്കാം നിങ്ങൾക്ക്. യേശുവിനെ ആരാധിക്കുന്നതിനായി തീരാം. യേശുവിനെ സ്നേഹിക്കുന്നതിനായി തീരാം. യേശുവിനെ സ്തുതിക്കുന്നതിനായി തീരാം. സ്തുതിയുടെ കൃപയുടെ ചിറയിന്മേൽ പറന്നു വരുന്ന രക്ഷകനായ മിശിഹാ തമ്പുരാൻ്റെ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവാൻ നിങ്ങളിപ്പോൾ ഒരുങ്ങുക. നിങ്ങൾ തന്നെ സമർപ്പിക്കുക. കർത്താവേ, എൻ്റെ മേൽ ഈ പ്രാവ് പറന്നിരിക്കണമേ. പരിശുദ്ധാത്മാവാകുന്ന പ്രാവ് എൻ്റെ മേൽ പറന്നു വരണമേ. എൻ്റെ മേൽ പറന്നിരിക്കണമേ. എൻ്റെ ബന്ധനങ്ങൾ അഴിക്കണമേ. എൻ്റെ ശാപങ്ങൾ മാറ്റണമേ. എൻ്റെ രോഗങ്ങൾ മാറ്റണമേ. എൻ്റെ ജീവിതത്തിൽ ഒന്നുപോയി കെടുതികൾ മാറ്റി തരണമേ. എൻ്റെ ഹൃദയത്തിൻ്റെ വിഷാദം മാറ്റി തരണമേ. എൻ്റെ മ്ലാനത മാറ്റി തരണമേ. എൻ്റെ വാട്ടം മാറ്റി തരണമേ. എന്നോട് കരുണ ചെയ്യണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. നിങ്ങൾ തന്നെ സമർപ്പിക്കൂ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. പാവത്തോടെ എന്നേക്കുമായി യാത്ര പറയൂ. പുതിയ ജീവിതത്തിൻ്റെ ആരംഭം കുറിക്കൂ. ഇന്ന് പുതിയ ജീവിതത്തിൻ്റെ നാന്ദി കുറിക്കൂ. ഹല്ലേലൂയ. പുതിയ ജീവിതം തുടങ്ങൂ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ നിങ്ങൾ കൊടുത്തുകൊണ്ട് നിങ്ങൾ പറയൂ, യേശുവേ, ഇന്ന് മുതൽ ഞാൻ നിൻ്റെ വക. എൻ്റെ യേശുവേ, ഇന്ന് മുതൽ ഞാൻ നിൻ്റെ അടിമ. ഹല്ലേലൂയ. എൻ്റെ യേശുവേ, ഇന്ന് മുതൽ ഞാൻ ദാസൻ, എൻ്റെ ദാസി. എൻ്റെ കർത്താവ്, ഇന്ന് മുതൽ ഞാൻ നിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നിൻ്റെ മകൻ, നിൻ്റെ മകൾ. യേശുവേ, ഇന്ന് മുതൽ ഞാൻ നിൻ്റെ സ്വന്തം. ഹല്ലേലൂയ. യേശുവിൻ്റെ കരങ്ങളിൽ നിങ്ങൾ കൊടുക്കുക. യേശുവിനോട് നിങ്ങൾ വാക്ക് പറയുക, എൻ്റെ യേശുവേ, ഇത്രയും കാലം ഞാൻ നിന്നെ വേദനിപ്പിച്ചു പോയി. ഇത്രയും കാലം ഞാൻ പിന്മാറിപ്പോയി. ഇത്രയും കാലം ഞാൻ നിന്നെ വിട്ടു മാറിപ്പോയി. നാഥ, എന്നോട് പാവങ്ങൾ ഓർക്കരുതേ. എൻ്റെ മേൽ പാവങ്ങൾ കണക്കിടരുതേ. എൻ്റെ യേശുവേ, ഇന്ന് ഞാനിതാ മടങ്ങി വരുന്നു. യേശുവേ, ഞാനിതാ മടങ്ങി വരുന്നു. കർത്താവേ, നിൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരുന്നു. അപ്പാ, ഞാൻ നിന്നോട് സ്വർഗത്തോടും പാവം ചെയ്തു പോയി. നിൻ്റെ മകനെന്ന പേര് ഞാൻ യോഗ്യനല്ല. ഇനി നിൻ്റെ കൂലിക്കാലത്തിനെ പോലെ നീ ആക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ധൂർത്തപുത്രൻ മടങ്ങി വന്നതുപോലെ നാഥ, ഞാനും മടങ്ങി വരുന്നു. ഞാനിതാ മടങ്ങി വരികയാണ്. ഭവനം വിട്ടുപോയി ഞാൻ മടങ്ങി വരികയാണ്. അപ്പനെ വിട്ടുപോയി ഞാൻ മടങ്ങി വരികയാണ്. അപ്പൻ്റെ വയൽ വിട്ടുപോയി ഞാൻ മടങ്ങി വരികയാണ്. അപ്പൻ്റെ ശുശ്രൂഷ വിട്ടുപോയി ഞാൻ മടങ്ങി വരികയാണ്. അപ്പോൾ ഞാനിതാ മടങ്ങി വരുന്നു. വരുവീൻ, മടങ്ങി വരുവീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ തീരുമാനം നിങ്ങൾ ആരെല്ലാം എടുക്കുന്നുണ്ട്? മടങ്ങി വരുവാൻ തീരുമാനം ആരെല്ലാം എടുക്കുന്നുണ്ട്? പാപത്തെ ഉപേക്ഷിച്ചുകൊണ്ട് പുതിയ ജീവിതം തുടങ്ങുവാൻ ആരെല്ലാം തീരുമാനം എടുക്കുന്നുണ്ട്? അവരുടെ കരങ്ങളെ നിങ്ങൾക്ക് ഉയർത്താം. ഈ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനോഹരമായൊരു ദിവസം കൂടി ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ ഭൂമിയിലെ ഞങ്ങളുടെ ആയുഷ്കാലത്ത് നിങ്ങൾ ലഭിക്കുന്ന ഏറ്റവും വലിയ മഹാഭാഗ്യങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ വചനം കേട്ടെല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. മടങ്ങരുവിൻ്റെ കാലം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതിനായി സ്തോത്രം. എല്ലാവരെയും വാഴ്ത്തി വിശുദ്ധീകരിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.